ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നതാണ്. സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററുടെ കൃതിയാണ് ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583-1619. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ് ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, ശിശുഹത്യ, അടിമത്തം, സതി എന്നിവ. ഇനി രാജാറാം മോഹൻ റോയിയെ നോക്കാം. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് പ്രഭു. ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അഭിപ്രായപ്പെട്ടതും രാജാറാം മോഹൻ റോയിയാണ്. ഇനി സ്വാമി ദയാനന്ദ സരസ്വതി നോക്കാം. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ്. ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. ജ്യോതിറാവു ഫുലെ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്. അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു. പണ്ഡിത രമാഭായ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു. ഇനി സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലുകളാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്നഭിപ്രായപ്പെട്ടതും സ്വാമി വിവേകാനന്ദനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്. ഇപ്പോഴത്തെ അലിഗഡ് മുസ്ലിം സർവകലാശാലയാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സ്ഥലം തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിലെ അംഗങ്ങൾ 72 INCയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ WC ബാനർജി. INCയുടെ യോഗം വിളിച്ചുകൂട്ടുവാൻ മുൻകൈ എടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് AO ഹ്യൂം. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. WC ബാനർജിയുടെ വാക്കുകളാണ്. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം എന്നിവയാണ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെയാണ്.
മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കളെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൊയ്ബ്ജി, ഫിറോസ് ഷാ മേത്ത. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബംഗാൾ വിഭജനം. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ഭരണ കേന്ദ്രമാണ് ബംഗാൾ. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നത് റിസ്ലെയാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് 1905. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ബംഗാൾ വിഭജനം നടന്നത്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. റിസ്ലെയാണ് ഇത് പറഞ്ഞത്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക. തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെട്ടിരുന്നത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ബാലഗംഗാധര തിലകായിരുന്നു. ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്ന നേതാവ് ബാലഗംഗാധര തിലകന്. ബാലഗംഗാധര തിലകിൻ്റെ പത്രങ്ങളാണ് മറാത്ത, കേസരി എന്നിവ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യമാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. സർവേന്ത്യ മുസ്ലിം ലീഗ്. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം 1906. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം ധാക്കയാണ്. സ്ഥാപകർ ആഗാഖാൻ, നവാബ് സലീമുള്ള ഖാൻ. സൂറത്ത് പിളർപ്പ്. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്ന സ്ഥലം സൂറത്താണ്. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളും ആയി പിളർന്ന സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം. ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ. ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകർ ബാലഗംഗാധര തിലക്, ആനി ബെസന്റ് എന്നിവർ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബെസന്റ്. ആനി ബെസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. ലക്നൗ സന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്ന വർഷം 1916. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം ലക്നൗ സമ്മേളനമാണ്. കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1916 ലക്നൗ സമ്മേളനമാണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. താങ്ക്